സോ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഓറൽ ക്യാവിറ്റിയിലുള്ള സ്ട്രക്ചറെ പറ്റിയാണ്. ദാറ്റ് ഈസ് ബക്കറ്റ് ടാബ്ലറ്റ്സ്. ബക്കറ്റ് ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് പ്ലേസ്ഡ് ഇൻ ബക്കറ്റ് ക്യാവിറ്റി. നമ്മുടെ ഗംസിനും ലിപ്സിനും ഇടയ്ക്കുള്ളത്. അതിട്ട് സോൾവ് ചെയ്യാൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്തൗട്ട് ഗോ ടു അലിമെൻ്ററി കനാൽസ് ആയിരിക്കും. സപ്ലിമെൻറ്റ്സ് എന്ന് അണ്ടർ ദ ടങ്, നാക്കിനടിയിൽ വയ്ക്കുന്ന ടാബ്ലറ്റ്സുകളാണ്. അതും ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്നത് ആഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, GIT പോകുന്നില്ല. ലോസഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗത്തിലോ ത്രോട്ടിലോ ഒരു ലോക്കൽ എഫക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നവയാണ്. ത്രോട്ട്, കഫ് അങ്ങനെയുള്ള കണ്ടീഷൻസിലായിരിക്കും. സോ അതും ഡിസിൻറ്റഗ്രേഷൻസ് നടക്കുന്നില്ല ഓറൽ ക്യാവിറ്റീസിൽ. രണ്ടും മൈനർ കംപ്രസീവ് ടാബ്ലറ്റ്സ് ആണ്. അത് നമ്മുടെ ടൂത്ത് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം അവിടെ ഒരു സോക്കറ്റ് എംപ്റ്റി ചെയ്യുക. ആ എംപ്റ്റി ചെയ്ത് നമ്മൾ വെക്കുക. അത് ബ്ലീഡിങ്, അവിടെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് ഒക്കെ പ്രിവെൻറ്റ് സഹായിക്കുന്നുണ്ട്. ഇനി വരുന്ന അതർ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇംപ്ലാന്റേഷൻസും വജൈനൽ ടാബ്ലറ്റ്സുമാണ്. ഇംപ്ലാന്റേഷൻസ് നമുക്കറിയാം സ്കിന്നിൻ്റെ അണ്ടറിൽ വയ്ക്കുന്ന ടാബ്ലറ്റ്സ് ആണ്. അത് മൈനർ ഇൻസിഷൻസ് നമ്മൾ കൊടുക്കുക. അത് സ്ലോലി അബ്സോർബ് ആണ്. സ്റ്റെറിലി പാക്കിനും സ്റ്റെറൈൽ കണ്ടീഷൻസ് നമ്മൾ സൂക്ഷിക്കുന്നതാണ്. ദാറ്റ് മീൻസ് എക്സാമ്പിൾ അഡ്മിനിസ്ട്രേഷൻസ് ഓഫ് ഹോർമോൺസ്. വജൈനൽ ടാബ്ലറ്റ് അറിയാൻ നമുക്ക് വജൈനൽ ക്യാവിറ്റീസ് ആണ്. അത് ഒരു ഓവിയോടെ ഒരു പിയർ ഷേപ്പാണ്. വജൈനൽ ഇൻഫെക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് സ്റ്റീരിയോയിഡ്സ്, ആൻറ്റിബയോട്ടിക്, ആസ്ട്രിജൻസ്, ആൻറ്റിസെപ്റ്റിക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ അതർ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇംപ്ലാന്റേഷൻ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ അണ്ടറിൽ, ചെറിയ ഇൻസിഷൻസ് കൊടുത്തിട്ട് സ്കിന്നിൻ്റെ അണ്ടറിൽ വയ്ക്കുന്നതാണ്. ലൈക്ക് ഹോർമോൺസിൻ്റെയൊക്കെ ടാബ്ലറ്റ്സ് അത് സ്ലോലി ആയിരിക്കും അബ്സോർബ് ചെയ്യും. പക്ഷേ സ്റ്റെറൈലി മെയിൻറ്റെയിൻഡ് ആയിരിക്കും. സ്റ്റെറൈൽ കണ്ടീഷൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. വജൈനൽ ടാബ്ലറ്റ്സിൽ വജൈനൽ ക്യാവിറ്റീസിനാണ്. ഓവിയോയുടെ പിയർ ഷേപ്പിലാണ്. സ്റ്റീരോയിഡ്, ആൻറ്റിബാക്ടീരിയൽ, ആസ്ട്രിജൻസ്, ആൻറ്റിസെപ്റ്റിക്സ് അതൊക്കെ. ഇനി പ്രിപ്പയർ സൊല്യൂഷൻസ് ദാറ്റ് ഈസ് എഫ്രോസൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വാട്ടർ ആഡ് ചെയ്തിട്ട് എഫ്രോസൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ വാട്ടറിൽ നമ്മൾ ഈ ടാബ്ലറ്റ്സ് ഇട്ട് കൊടുക്കും. അത് എഫ്രോസൻസ് ഉണ്ടാക്കും. ആ എഫ്രോസൻസ് ഡിസോൾവ് ആയതിന് കംപ്ലീറ്റ് പോയതിന് ശേഷം നമ്മൾ ആ വെള്ളം കുടിക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ്സ് റാപ്പിഡ്ലി ഡിസോൾവ് ഇൻ വാട്ടേഴ്സ് ആയിരിക്കും. ദാറ്റ്സ് മീൻസ് കെമിക്കൽ. അതെന്തൊക്കെയാണ് അങ്ങനെ ഒരു എഫ്രോസൻസ് വരാൻ കാരണം എന്ന് വെച്ചാൽ ദാറ്റ്സ് ആൻ ആക്ഷൻ ബിറ്റ്വീൻ ആൽക്കലി എന്ന് പറയുമ്പോൾ അവിടെ ബൈകാർബണേറ്റ്സ് ആയിരിക്കും. പിന്നെ ആസിഡ്സ് എന്ന് സിട്രിക് ആസിഡ്സ്, ടാറ്റാറിക് ആസിഡ്സ്. സോ ഇതെന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ഫ്രം ദ അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചേഴ്സ് ആയിരിക്കും. ഓക്കെ, അതാണ് എഫ്രോസൻസ് എന്ന് പറയുമ്പോഴേക്കും എന്താണ് എഫ്രോസൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ എഫ്രോസൻസ് പോയതിന് ശേഷം നമ്മൾ ആ വാട്ടറിൽ ടാബ്ലറ്റ്സ് ആണെങ്കിൽ എഫ്രോസൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് പോയതിന് ശേഷം നമ്മൾ ആ വെള്ളം കുടിക്കുകയും ചെയ്യുന്നത്. സോ ഇത് ആൽക്കലിയും ആസിഡും നമ്മൾ റിയാക്ഷൻസ് ആണ് ഇതിന് കാരണം. ഇത് അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഡിസ്പെൻസിങ് ടാബ്ലറ്റ്സ് എന്ന് ദാറ്റ്സ് ഗിവൻ വോളിയം ഓഫ് വാട്ടർ ഗിവൻ കോൺസെൻട്രേഷൻ. ഒരു പർട്ടിക്കുലർ വോളിയം ടാബ്ലറ്റ്സ് ആയിരിക്കും അതൊരു കോൺസെൻട്രേഷൻ കൊടുക്കുന്നു. എക്സാമ്പിൾസ് ഹൈലി പൊട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ. ഹൈപ്പോഡെർമറ്റിക് ദാറ്റ്സ് ആൾസോ കംപ്രസ്ഡ് ടാബ്ലറ്റ്സ് ആയിരിക്കും. ദാറ്റ്സ് വൺ ഓർ മോർ ഡ്രഗ്സ് വിത്ത് റെഡിലി സോളിബിളൈസ് ആൻഡ് ഡിസോൾവ്സ് ഇൻ സ്റ്റെറൈൽ വാട്ടർ ഫോർ ഇൻജെക്ഷൻസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ IV ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് കംപ്രസ്ഡ് ടാബ്ലറ്റ്സ് ആയിരിക്കും. പക്ഷെ നമുക്കത് ഡയറക്റ്റ്ലി എടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ സ്റ്റെറൈൽ വാട്ടറിലോ അല്ലെങ്കിൽ വാട്ടർ ഫോർ ഇൻജെക്ഷൻസിലോ നമ്മളിതിനെ ഡിസോൾവ് ചെയ്തതിന് ശേഷം IV വഴിയിട്ടായിരിക്കും നമ്മളിത് കൊടുക്കുന്നത്. ടാബ്ലറ്റ് ജിറേറ്റ്സ് അതൊരു സ്മാൾ ടാബ്ലറ്റ്സ് ആണ്. അതൊരു പൊട്ടൻ മെഡിക്കമെൻറ്റ് വിത്ത് ഡൈലുവൻ്റ് ആണ്. സോ സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഒന്നും പറഞ്ഞത് എഫ്രോസൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ആസിഡ്സ് നടക്കുന്ന നമ്മൾ റിയാക്ഷൻസ് കാരണമാണ് എഫ്രോസൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമ്മൾ അത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റാപ്പിഡ്ലി ഡിസോൾവ്സ് ഇൻ വാട്ടേഴ്സ് ആയിരിക്കും. എഫ്രോസൻസ് പോയതിന് ശേഷം നമ്മൾ കുടിക്കുന്നത്. പ്രൊട്ടക്ട് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഡിസ്പെൻസിങ് എന്ന് പറയുമ്പോഴേക്കും ഗിവൻ വോളിയം ഓഫ് വാട്ടേഴ്സ് ആൻഡ് ഗിവൻ കോൺസെൻട്രേഷൻസ് ആണ്. ഹൈലി പൊട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഹൈപ്പോഡെർമിക് എന്ന് പറയുമ്പോഴേക്കും കംപ്രസ്ഡ് ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയുള്ള ടാബ്ലറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റെറൈൽ വാട്ടർ ഇഞ്ചക്ഷൻ ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. ദാറ്റ് ഡിസോൾവ്സ് ഇൻ സ്റ്റെറൈൽ വാട്ടർ ഫോർ ഇഞ്ചക്ഷൻസ് ആയിരിക്കും. വൺ ഓർ മോർ ഡ്രഗ് വിത്ത് റെഡിലി സോളിബിളൈസിങ് ആയിരിക്കും, പെട്ടെന്ന് സോളിബിളൈസ് ചെയ്യുന്നത്. ടാബ്ലറ്റ് യൂസ് സ്മാൾ ടാബ്ലറ്റ്സ് ആണ്. അത് പൊട്ടൻ മെഡിക്കമെൻറ്റ് വിത്ത് ഡൈലുവൻ്റ് ആയിരിക്കും.